മഞ്ചേരി മൂത്രകുന്ന് ഭഗവതിയുടെ വഴിപാടുകാള വരുന്നുണ്ട്. മഞ്ചേരി മൂത്രകുന്ന് പൂരത്തിൻ്റെ 3-ാം ദിവസം ഇവിടെ പുലയന്മാർക്ക് മാത്രം അധികാരവും അവകാശവുമുള്ള വഴിപാട് കാളയുമായി ഇവർ മഞ്ചേരി നഗരം മുഴുവൻ ഊരു ചുറ്റുന്നു. ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഒരുപാട് നല്ല ഗ്രാമീണ കാഴ്ചകളാണ് നമുക്ക്. കാരണം അന്യം നിന്ന് പോകുന്ന ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ വഴിപാട് കാളയുമായിട്ട് നമ്മുടെ കുന്നത്ത് പറയൂ, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് വേലായുധൻ. ഇത് നമ്മൾ താങ്കളുടെ അച്ഛൻ്റെ കാലത്ത് ഉള്ള എങ്ങനെയപ്പോൾ അതിൻ്റെ ഒരു അച്ഛൻ്റെ ഉള്ള കാലത്തുള്ള ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ട് വരുന്ന ഒരു കാളാണ്. പിന്നെ ഇതിൽ നീലാണ്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു ഇതിൽ. അവരാണ് ഇത് പാരമ്പര്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അവർക്കൊന്നും നടക്കാൻ കഴിയാത്ത കാരണത്താൽ ഞങ്ങൾ ചെക്കന്മാർ ഇത് ഒരുപാട് കുട്ടികളുണ്ട് കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഇതിലിപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് എല്ലാവർക്കും ഇതിന് നല്ല ഐശ്വര്യവും കാര്യങ്ങളും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന. എല്ലാ വീട്ടുകളിലും കയറി ഇറങ്ങി അരി എറിഞ്ഞ് ഞങ്ങൾ ഒരു അതെ ജനങ്ങൾക്ക് നന്മകൾ ഉണ്ടാവട്ടെ എന്ന ഒരു വെളിപാടുമായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അല്ലേ? ഇതൊക്കെ ആരൊക്കെയാ? അളിയനാണ്. അത് പേരെന്താ? ഇതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകലുണ്ട്. അതായത് ഇപ്പോൾ ഈ പൂരത്തിൽ 3-ാം ദിവസം മുതൽ 5-ാം ദിവസം വരെയാണല്ലോ നിങ്ങൾക്ക്, അല്ല 7-ാം പൂരം വരെയാണല്ലോ. അതെന്താ അതിനൊരു പ്രത്യേകത? 7-ാം ദിവസം തന്നെ ഞങ്ങൾ ഈ 7-ാമത്തെ പൂരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ മഞ്ചേരി ടൗണിൽ നിന്നാണ് നമ്മളിത് ഊര് ചുറ്റിപ്പോരും. ഭഗവതിനെ കൊണ്ട് 3 ആനപ്പുറത്ത് എഴുന്നള്ളിപ്പോയിട്ട് ചുറ്റുഭാഗം എല്ലാ ടൗണിൽ കൂടെയും നമ്മൾ ടൗണിൽ നിന്ന് ഇങ്ങനെ ഊരിട്ട് വന്ന് ഭഗവതി അന്ന് ഊരിയിട്ട് ഇറങ്ങി. ഈ ഇറങ്ങുക അതിൽ മഞ്ചേരിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഇവിടെ കുളത്തിൻ്റെ ഇങ്ങനെ അങ്ങാടി ഇവിടെ വന്ന് ഇവിടെ ഈ കുളത്തിൻ്റെ ഇവിടെ വന്നിട്ട് സമാനം. അതിൻ്റെ പിറ്റേന്ന് 7-ാമത്തെ ദിവസം ആർത്തപ്പൂരം ഇങ്ങോട്ട് ഭഗവതി ആനപ്പുറത്ത് എഴുന്നള്ളി വന്ന് ആദ്യം തറക്കൽ വന്ന് ഇന്ന് എല്ലാ ഭക്തന്മാരെയും ഭഗവതിൻ്റെ അതിൽപ്പെട്ട എല്ലാവരെയും കാണാൻ വേണ്ടി കുട്ടികളെ മക്കളെ എല്ലാവരും കാണാൻ വേണ്ടി ഭഗവതി അവിടെ ആദ്യം തറക്കൽ വന്നിരുന്നു. എല്ലാവരും കണ്ട് തൃപ്പതിപ്പെട്ട് ഭഗവതി ആനപ്പുറത്ത് എഴുന്നള്ളി കയറിപ്പോയി. അവിടെ കുളത്തിൻ്റെ അവിടുന്ന് ആറാട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവതി അമ്പലത്തേക്ക് കയറി. നമ്മളെ ചെറുപ്പത്തിൽ ഇതിനെക്കുറിച്ചുള്ളൊരു അനുഭവം എന്താ? ചെറുപ്പത്തിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് പല ഇതിൽ കുറേ അനുഭവങ്ങളുണ്ട് അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ പിന്നെ ഇതിൽ കാര്യപ്പെട്ട വലിയ ആൾക്കാരുണ്ട്. അല്ല, ഈ ഒരു വഴിപാടുകൾ തുടങ്ങിയിട്ട് എത്ര വർഷത്തോളമായിട്ടുണ്ടാവും? കുറേ കാലം, വർഷങ്ങളോളായിട്ടുണ്ടാവും. വർഷങ്ങളായിട്ട് ഭഗവതി വന്ന് തുടങ്ങി അന്ന് മുതൽ തുടങ്ങി. അതായത് നൂറ്റാണ്ടിൻ്റെ അപ്പുറം പോയിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ ആരൊക്കെയാ? അതൊരു അച്ഛൻ്റെ ഒരു മരുമകനാണ്. അച്ഛനാണ് ഇതിൻ്റെ വലിയ ആളായിട്ട് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ആളായിട്ടുണ്ടായിരുന്നത്. വിജേഷ്, സൂരജ്, ശിവൻ. അപ്പോൾ വലിയൊരു ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന നാട്ടുകാർക്കും നന്മകളും മാത്രം വരുത്തുന്ന ഒരു വെളിപാടുമായിട്ട് താങ്കളുടെ ഈ ഒരു ഇതൊന്ന് കാണാൻ നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ കാളയുടെ ഇതൊക്കെ എങ്ങനെയൊക്കെയാ? അതെ, 2 കാള വഴിപാട് കാള കിട്ടിയത് ഒരാൾക്ക് വേണ്ടിയിട്ട് സുഖമില്ലാത്ത ഒരാൾക്കാണ് ഇപ്രാവശ്യം വഴിപാട് ഉണ്ടാക്കിയത്. സ്ഥിരമായിട്ട് കിട്ടുന്നൊരു കാളാണിത്. അത് സ്ഥാനക്കാള. ഒരു കാള വഴിപാടായിട്ട് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഒരു വീട്ടിൽ പോയിട്ട് കിട്ടി കിട്ടും. ഇത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയ ഇത് ഉണ്ടാക്കുന്നത് മുളയാണ്. പിന്നെ ഈ വാഴേൻ്റെ പോളും ഉണങ്ങിയ പോള് വെച്ചിട്ടാണ്. വേറെ വഴിക്ക് അതൊന്നും പറ്റില്ല.
അങ്ങോട്ട് ഇറങ്ങിയിട്ട് പോകാം. നാടിൻ്റെയും നാട്ടുകാരുടെയും അഭിവൃദ്ധിക്കായുള്ള ഈ മഞ്ചേരി വായ്പാർപ്പടി മൂതൃകുന്ന് പൂരം ജാതി മതഭേദമില്ലാതെ തന്നെ അതിവിപുലമായി തന്നെ ആഘോഷിക്കുന്നു.